എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപമാണോ പാടെ വർജിക്കുക. തിന്മയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ആണല്ലോ, എന്നാലും അത് ചെറുതല്ലേ, അത് വലിയ ഗൗരവമുള്ള സംഗതിയല്ലല്ലോ, ഈ ഒരു കാര്യമല്ലേ ഞാൻ ഒഴിവാക്കാത്തതുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഒരു പാപവും ആരും ഹൃദയത്തിൽ കൊണ്ട് നടക്കണ്ട. അത് നമുക്ക് ദീന് പഠിക്കുന്നതിന് തടസ്സമാണ്, പഠിക്കണ ദീന് പാലിക്കുന്നതിന് തടസ്സമാണ്, നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കുന്നതിന് തടസ്സമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇത് നമ്മൾ ശരിക്കും പഠിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പഠിക്കുകയും അതിനോട് യോജിച്ച് നേർമാർഗത്തിലൂടെ ജീവിതം നയിക്കുകയും വേണം എന്ന്, അവൻ വിരോധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അത് പാടെ വർജിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് സൂറത്തു നിസായിലെ 28-ാമത്തെ ആയത്തിൽ കാണാം. മനുഷ്യരിൽ ഒരു ദൗർബല്യമുണ്ട്. മനുഷ്യരുടെ പൊതുവായ ധാരണ നമ്മൾ നല്ല ശക്തരാണ് എന്നാണ്. ഏത് കാര്യവും ഏറ്റവും കൃത്യമായി കൈകാര്യം ചെയ്യാനും ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനും ഒക്കെയുള്ള പ്രാപ്തിയും കരുത്തും അറിവും യുക്തിയും ഒക്കെ നമ്മുടെ പക്കലുണ്ട് എന്നാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർണയിച്ച ഒരു ലോഫ് നമുക്കുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കും, അതിരുവിട്ട് തിന്മകളും പാപങ്ങളും എല്ലാം സംഭവിക്കും. മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്ന അവസ്ഥ വരെ ഈ ദുർബലത അവനെ കൊണ്ടു ചെന്നെത്തിക്കും. അപ്പൊ ആ ദുർബലത തിരിച്ചറിഞ്ഞ് അതിൻ്റെ ദോഷങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധയോടെയും കരുത്തോടെയും ദീനിന്റെ അടിസ്ഥാനത്തിലും ജീവിക്കുക ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ആദം അലൈഹിസ്സലാം അദ്ദേഹത്തോട് ഒരു മരം തൊടരുത്, വലാ തഖറബ ഹാദിഹി ഷജറ, നിങ്ങൾ രണ്ടാളും ഈ മരം തൊടരുത് എന്ന് അള്ളാഹു പറഞ്ഞു. ആരോടാ പറഞ്ഞത്? അബുൽ ബഷർ, മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാം, അദ്ദേഹത്തോടാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ അദ്ദേഹം തൊടേണ്ടതായ ഒരു അന്യായവും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല, അദ്ദേഹം ഒരു പാപിയല്ല. അങ്ങനെയുള്ള ആദം അലൈഹിസ്സലാം എന്നിട്ടും ആ മരം തൊട്ടു. അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ശൈത്താൻ പ്രലോഭിപ്പിച്ചു. ഫഅസല്ലഹുമ ശൈത്താൻ എന്നാ ഖുർആൻ പറഞ്ഞത്. ശൈത്താൻ അവരെ രണ്ടാളെ എന്ത് ചെയ്തു? വഴിതെറ്റിച്ചു. ഷജറത്തുൽ ഖുൽദ്, അനശ്വരതയുടെ മരമാണ്, അത് കഴിച്ചാൽ പിന്നെ ഒരിക്കലും മരിക്കൂല എന്നാണ് ശൈത്താൻ അവരെ പറഞ്ഞ് ഫലിപ്പിച്ചത്. അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ഇങ്ങനെ ഈ മരത്തിന്റെ ഭക്ഷണം കഴിച്ചാൽ, പഴം കഴിച്ചാൽ മരിക്കുകയില്ല എന്ന് ആദം അലൈഹിസ്സലാം പഠിച്ചിട്ടില്ല. പക്ഷെ ശൈത്താൻ പറഞ്ഞു അതിന്റെ പഴം കഴിച്ചാൽ പിന്നെ മരിക്കൂല. ഷജറത്തുൽ ഖുൽദാണ്, അനശ്വരതയുടെ മരമാണ്. ആദം അലൈഹിസ്സലാം ആ തൊടരുതെന്ന് പറഞ്ഞ മരം തൊട്ടു. പ്രത്യക്ഷത്തിൽ ഒരു ഗൗരവമേറിയ ഒരു സംഗതിയായിട്ട് ദുനിയാവിലെ പ്രതിഭാസങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല.
ഒരാളോട് ആ മരത്തിലെ പഴം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാലേ മരം തൊടാൻ പാടില്ല എന്ന് തൊട്ടു. പക്ഷേ ആദം അലൈഹി ഇസ്ലാമിനെതിരെ അള്ളാഹു സ്വീകരിച്ച നടപടി, അദ്ദേഹം അതുവരെ കഴിച്ചുകൂട്ടിയ വിശിഷ്ടമായ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നതാണ്. ഞാനിത് പറയുന്നത് ഒരു തെറ്റിന്റെ പ്രത്യാഘാതം എത്രയെന്ന് ഒന്നാമത്തെ പാപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തിന്മകൾക്ക് പ്രത്യാഘാതങ്ങളുണ്ട്, പക്ഷെ തെറ്റ് ചെയ്യുന്നവർ അത് ചിന്തിക്കൂല. അവർ തെറ്റ് ചെയ്യുന്ന ആ സമയത്തുള്ള ആ തെറ്റിലൂടെ കിട്ടുന്ന താൽക്കാലികമായ നേട്ടങ്ങളെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും മാത്രമേ ആലോചിക്കുന്നുള്ളൂ. എല്ലാ തെറ്റിനും ഒരു മധുരം ഉണ്ടാവും, തൽക്കാലമായ ഒരു നേട്ടം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാവും. അത് എളുപ്പത്തിൽ കിട്ടുന്ന സന്തോഷമായിരിക്കും. നേർക്ക് നേരെയുള്ള വഴിയിലൂടെ അധ്വാനിച്ച് നേടിയെടുക്കാൻ ഒരുപാട് ക്ലേശിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, അധ്വാനിക്കേണ്ട, പണവും സമയവും ആയുസ്സും ആരോഗ്യവും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് നേടിയെടുക്കേണ്ട ആ സംഗതി ചിലപ്പം കുറുക്കു വഴിയിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആളുകൾ തെറ്റിലൂടെ സന്തോഷം തിരയുന്നത്. ഇത് മനുഷ്യന്റെ പ്രകൃതത്തിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുഹും തവ്വാബൂൻ. ആദം അലൈഹിസ്സലാം മാത്രമല്ല, ആദമിന്റെ മക്കളൊക്കെ തെറ്റുപറ്റുന്നവരാണ്. എന്നാൽ ആ തെറ്റുപറ്റുമെന്ന ചിന്തയിൽ തെറ്റുമായി നടക്കുന്നവരല്ല അവരിൽ ഉത്തമർ. തെറ്റിൽ നിന്ന് പിന്തിരിയുകയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും വന്നുപോയ തെറ്റിനെ പൂർണ്ണമായി വർജിക്കുകയും തെറ്റിനു പകരമായി പിന്നാലെ നന്മകൾ ചെയ്യുകയും ആത്യന്തികമായി വന്നുപോയ തെറ്റിൽ തൗബ ചെയ്യുകയും ചെയ്യുന്നവർ. ആദം അലൈഹിസ്സലാം തൗബ ചെയ്തു. തൗബ ചെയ്യാനുള്ള വാക്യങ്ങൾ അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഫതാബ അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു. അതേ സമയത്ത് തെറ്റുകൾ തൗബ ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും തെറ്റ് അള്ളാഹുവിന്റെ അരികിൽ അതീവ ഗൗരവമുള്ള ഒരു സംഗതിയാണ് എന്ന് തിരിച്ചറിയുന്നവൻ സത്യവിശ്വാസി മാത്രമാണ്. മുഅ്മിനുകൾ മാത്രമാണ് തിന്മകളുടെ ഗൗരവത്തെ ശരിക്കും വിലയിരുത്തുന്നത്. മുഅ്മിനുകളല്ലാത്തവർ തിന്മകളുടെ ഭൗതിക ദോഷങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ. ഏതൊരു തെറ്റിനും അതിൻ്റെതായ പ്രത്യാഘാതമുണ്ട്. ഒരാൾ കള്ളം മാത്രം പറയുന്നവനാണെങ്കിൽ അയാൾ ആ കളവ് പറയുന്നതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. ആ കളവിന്റെ നേട്ടങ്ങളെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല, കോട്ടങ്ങളായിരിക്കും കൂടുതൽ. പരദൂഷണം പറയുന്ന ആളാണ് ഒരാളെന്ന് വിചാരിക്കുക. ഒരാൾ മറ്റുള്ളവരെ കുറിച്ച് അയാളുടെ ന്യൂനതകൾ ഇങ്ങനെ മറ്റുള്ളവരോട് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എത്ര പ്രത്യാഘാതങ്ങൾ അതിനുണ്ടാവും. ഒരാൾ ഏഷണിക്കാരനാണെങ്കിൽ എത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഒരാൾ ഒരു ക്രിമിനൽ ആണെങ്കിൽ, ഒരു കൊലപാതകയാണെങ്കിൽ, ഒരു വ്യഭിചാരിയാണെങ്കിൽ, ഒരു പലിശക്കാരനാണെങ്കിൽ, ഒരു കള്ളുകുടിയനാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള അനന്തരഫലങ്ങൾ അതിനുണ്ടാകും. തിന്മകളുടെ അനന്തരഫലങ്ങൾ ആലോചിക്കുക എന്നത് മുഅ്മിനിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന അനേകം നിയമങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളൊക്കെ അടിവരയിട്ട് ഖുർആൻ ചൂണ്ടിക്കാട്ടുകയും ആ തിന്മകളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ മനുഷ്യന്റെ ഈ ദുർബലത മനുഷ്യനെ പാപങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ദൗർബല്യമുള്ളതുകൊണ്ടാണ് അവൻ നന്മയിലൂടെ മാത്രം കാര്യങ്ങൾ നേടുന്നതിന് പകരം തിന്മയിലൂടെയും ജീവിതത്തിന്റെ നേട്ടങ്ങളും ആസ്വാദനങ്ങളും നേടാൻ പറ്റുമോ എന്നൊരു ചിന്തയിലേക്ക് എത്തിയത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദുനൂബു സബബുൽ ലിൽ ബലായ വൽ ഉഖൂബാത്തിൽ ആജിലതി വൽ ആജില. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ സംഭവിക്കാനുള്ള കാരണമാണ്. ദുനിയാവിലും പരലോകത്തും അവൻ ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ കാരണമാണ്. പാപങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ചിന്തിക്കണം. ഓരോ പാപങ്ങളെ കുറിച്ച് പറയുമ്പോഴും ആ പാപത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഓരോ പാപവും അതിന്റെ പൊതുവായ പ്രത്യാഘാതമാണ് പറയുന്നത്. ഒരുപാട് ഫിത്തനകൾ, അതായത് ഒരു ജനത തിന്മയിൽ മുഴുകി ജീവിക്കാൻ തുടങ്ങിയാൽ ആ നാട്ടിൽ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അവർക്ക് പല നന്മകളും എടുക്കപ്പെടും. അതേപോലെ തന്നെ അവരുടെ രാജ്യത്ത് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ വരും. അവർക്ക് ബറക്കത്തുകൾ തടയപ്പെടും, റിസ്ക് തടയപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് അവരുടെ ജീവിതത്തിൽ ഉത്തമ ഗുണങ്ങൾ, സംസ്കാരം, നാണം, മാനം ഇതൊക്കെ അവരിൽ നിന്ന് ഇല്ലാതായി പോകും. അങ്ങനെ ഒരു തിന്മ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റും, അവനെ മൃഗമാക്കി മാറ്റും, ഒന്നുകൂടി അതിരുവിട്ട് അവനെ ശൈത്താനാക്കി മാറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് അനന്തരഫലങ്ങൾ ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാകും. അതിനു പുറമെ മാറാവ്യാധികളും വരൾച്ചയും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വ്യത്യസ്ത ഇനം ശിക്ഷകളും ജനങ്ങൾ തിന്മകൾ ചെയ്യുന്നതിന്റെ അനന്തരഫലമായി ആജിലത്തിൽ അഥവാ ദുനിയാവിൽ തന്നെ ഉണ്ടാകും. പരലോകത്ത് ചെന്നാലോ മരണം വരെയുള്ള എല്ലാ ജീവിതവും കൂലങ്കഷമായി പരിശോധിക്കപ്പെടും.
വിചാരണക്ക് വിധേയമാകും, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. മരണമടയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചില്ലെങ്കിൽ, നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെട്ടില്ലെങ്കിൽ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് അള്ളാഹു നമ്മുടെ ആ തൗബ സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, തൗഹീദിന്റെ അടിത്തറയിലല്ല നമ്മുടെ ജീവിതമെങ്കിൽ, നാം ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ പാപങ്ങൾ വളർന്ന് 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 നമ്മുടെ മുതുകിൽ മഹാഭാരമായി, നാളെ അത് നരകത്തിന്റെ ഭാരമേറിയ ആമങ്ങളും ചങ്ങലകളുമായി വളർത്തപ്പെടുന്ന ശരീരത്തിൽ മാംസം നിറഞ്ഞു നിൽക്കുകയും, നരകാഗ്നി അവരുടെ തൊലിയെ കരിച്ചു കളയുമ്പോൾ പുതിയ തൊലി വളർത്തപ്പെട്ട് അവരെ ശിക്ഷ ആസ്വദിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് ഏറ്റവും വലിയ പ്രത്യാഘാതം. ഇത് സത്യമാണ്, ഇത് സത്യമാണ് എന്ന് സംശയമില്ലാതെ മനസ്സിലാക്കിയവനാണ് മുഅ്മിൻ. അമ്പിയാക്കൾ മഅ്സൂമുകളാണ്, പാപസുരക്ഷിതരാണ്. നരകത്തിലേക്ക് എത്തുന്ന ഒരു തിന്മയും ഒരു നബിയിൽ നിന്നും ഉണ്ടാവുകയില്ല. മനുഷ്യൻ എന്ന രീതിയിൽ മാനുഷികമായ അബദ്ധങ്ങൾ സംഭവിക്കാം. ആദം അലൈഹി സ്വലാമിന് അത്രേ സംഭവിച്ചിട്ടുള്ളൂ. എന്നിട്ടും അതിന് പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടു. അത് ലോക മനുഷ്യർക്ക് മുഴുവൻ ഖിയാമത്ത് നാൾ വരെ പാഠമായി വെച്ചു. ആദം അലൈഹി സ്വലാം തൗബ ചെയ്ത പോലെ നമ്മൾ തൗബ ചെയ്ത് ശുദ്ധീകരിച്ച് മുന്നോട്ട് പോയി സ്വർഗാവകാശികളായി മാറണം. ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നു, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ എന്നെ നീ അപമാനിക്കരുത്. എന്താ നാളിന്റെ പ്രത്യേകത? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനമോ സമ്പത്തോ പ്രയോജനം ചെയ്യാത്ത ദിവസം, സമ്പാദ്യമോ സന്താനങ്ങളോ പ്രയോജനം ചെയ്യാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയവുമായി അല്ലാഹുവിലേക്ക് ചെല്ലണം. എന്താ ഖൽബ് സലീം? പാപം ചെയ്യാത്തവരുടെ കൽബിനാണ് ഖൽബ് സലീം എന്ന് പറയാം. കാരണം ഒരാൾ കള്ളു കുടിച്ചാൽ അതിന്റെ ദോഷം എന്താണ്? കള്ളു കുടിച്ചാൽ ബുദ്ധി മറയും, ഉമ്മാനെ ചവിട്ടും, തുണി അഴിച്ചിട്ട് നടക്കും, തെറി വിളിക്കും. കള്ളെന്ന് പറഞ്ഞാൽ മറ്റൊരുപാട് തെറ്റുകൾക്ക് കാരണമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ദുരന്തം എന്താ പറയുക? കള്ളു കുടിച്ചാൽ നമ്മുടെ ഹൃദയം കറുത്തു പോകും. ഹൃദയമാണ് ശുദ്ധീകരിക്കപ്പെട്ടത്. അപ്പൊ തിന്മകളുടെ അനന്തരഫലം കയ്യിലും കാലിലും നാട്ടുകാരിലും അല്ല, അതൊക്കെ സ്വാഭാവികമായ അനന്തരഫലമാണ്. ഒരു തിന്മയുടെ യഥാർത്ഥ അനന്തരഫലം നമ്മുടെ ഹൃദയം കറുത്തു പോവുക, കടുത്തു പോവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയത്. അതുകൊണ്ട് തന്നെ ഒരു തിന്മയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടതിന്റെ അടയാളം എന്താണ്? അയാളുടെ ഹൃദയം ശുദ്ധിയാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിന്മയെക്കുറിച്ച് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ കൽബുകളിൽ കറ പറ്റി എന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മുക്തരാകണം, അപ്പോഴേ ഹൃദയം ശുദ്ധമാകൂ. കൽബ് സലീം എങ്ങനെ നേടിയെടുക്കാം? ഓരോ തിന്മയെക്കുറിച്ചും എന്തിനാണ് അള്ളാഹു എടുത്ത് മൊത്തം തെറ്റിയെഴുതുന്ന ഒറ്റവാക്ക് പറയല്ല ചെയ്തത്. ഓരോ തെറ്റും, ഷിർക്ക് മുതൽക്ക് ഇങ്ങോട്ട്, ഇസ്ലാമിനെ പരിഹസിക്കുന്നത് മുതൽക്ക് ഇങ്ങോട്ട്, വലിയ കുറ്റങ്ങളും ചെറിയ കുറ്റങ്ങളൊക്കെ എണ്ണി എണ്ണി പറയാണ് ഖുർആനിലും സുന്നത്തിലും. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. സൂറത്തു നിസായിലെ 31-ാമത്തെ ആയത്ത്, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻ നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. അവർ വിരോധിക്കപ്പെട്ട വൻപാപങ്ങളെല്ലാം വർജിക്കുകയാണെങ്കിൽ, നിങ്ങളോട് അള്ളാഹു വിരോധിച്ച പാപങ്ങൾ വർജിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാപങ്ങൾ നാം മായിച്ചു തരാം, നിങ്ങളുടെ തിന്മകളെ നാം മായിച്ചു തരാം. ഏറ്റവും ആദരണീയമായ പ്രവേശന സ്ഥാനത്ത് അഥവാ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ നന്മകൾക്ക് നല്ല അനന്തരഫലമുണ്ട്. തിന്മകൾക്ക് പ്രത്യാഘാതങ്ങൾ ഉള്ളതുപോലെ നന്മകൾക്ക് ദുനിയാവിലും ഗുണഫലമുണ്ട്. അല്ലെ, നല്ല സത്യം മാത്രം പറയുന്ന ഒരാള്, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കാത്ത ഒരാള്, ഏഷണി പരദൂഷണങ്ങളൊന്നും പറയാത്ത ഒരാള്, എല്ലാവരോടും സൗമ്യമായി മാത്രം സംസാരിക്കുന്ന ഒരാള്, എത്ര നേട്ടമുണ്ട്, അയാൾക്ക് ഗുണാണ്, മറ്റുള്ളവർക്കും ഗുണാണ്. നന്മകൾ നമുക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുമ്പോൾ തിന്മ നേരെ മറിച്ചാണ്. ഇതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് മുദ്ഖലൻ കരീമ, ഏറ്റവും മാന്യമായ പ്രവേശന സ്ഥാനം അഥവാ സ്വർഗം, അതിലവരെ പ്രവേശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കളൊക്കെ പാപികളാണ്. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, പാപികളിൽ ഉത്തമൻ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവരാണ്. ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചു. സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ല യുഹറമു റിസ്ഖു ബിദ്ദംബി യുസീബു, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പാപം കാരണമായി അവന് ലഭിക്കേണ്ട റിസ്ക് തടയപ്പെടും. നമുക്ക് ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച ഉപജീവനം, വരുമാനം, ആസ്വാദനം നമ്മുടെ പാപങ്ങൾ കാരണമായി തടയപ്പെടും. അള്ളാഹു തരാൻ ഉദ്ദേശിച്ച ഖൈറിനെ നമ്മുടെ തിന്മകൾ കാരണമായി അള്ളാഹു തടഞ്ഞു വെക്കും.
നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രത്യാഘാതങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു തെറ്റ് ചെയ്താൽ പ്രത്യക്ഷമായി അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കള്ളുടിച്ചാൽ പെട്ടെന്ന് എന്താ നടക്കുക, പലിശ വാങ്ങിയാൽ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള ദോഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, വ്യഭിചരിച്ചാൽ പ്രത്യക്ഷത്തിലുള്ള ദോഷം എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതാ നമുക്ക് അള്ളാഹു ദുനിയാവിൽ തരാൻ ഉദ്ദേശിച്ച ഒരുപാട് ബറക്കത്തുകൾ നമ്മുടെ തിന്മകൾ കാരണമായി തടയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ, വിധിയെ പ്രാർത്ഥനയല്ലാതെ തടയുന്നില്ല. വലാ യസീദു ഫിൽ ഉമുരി ഇല്ലൽ ബിർ, നന്മയല്ലാതെ ആയുസ്സിൽ വർധന ഉണ്ടാക്കുന്നില്ല. അപ്പൊ തിന്മ നമ്മുടെ ആയുസ് കുറയ്ക്കുന്നതിന്റെ അർത്ഥം, നന്മ ആയുസ്സിൽ വർധന ഉണ്ടാക്കും, നന്മയിൽ കൂടുതൽ പുണ്യം ചെയ്യാനുള്ള അവസരം അള്ളാഹു വീണ്ടും തരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മുഅ്മിന, തീർച്ചയായും ഒരു സത്യവിശ്വാസി, ഇദാ അദ്നബ, അയാൾ ഒരു പാപം ചെയ്യുമ്പോൾ, കാനത്ത് നുക്തതൻ സൗദാ ഫീ ഖൽബി, ഒരു കുറ്റം ചെയ്യുമ്പോൾ അത് അയാളുടെ കൽബിലെ ഒരു കറുത്ത പുള്ളിയായി മാറും. ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ, ഇനി ആ കുറ്റത്തിൽ നിന്ന് അവൻ മടങ്ങി തൗബ ചെയ്തു, ആ പാപത്തെ അവൻ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു, അവൻ അള്ളാഹുവോട് പാപമോചനം തേടി ഇസ്തിഗ്ഫാർ ചെയ്തു, സുഖില ഖൽബു, അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു, കഴുകി വൃത്തിയാക്കപ്പെട്ടു. ഇനി വഇൻ സാദ സാദത്, ഒരു തെറ്റ് ചെയ്തു, അത് ഒഴിവാക്കുകയോ അതിൽ നിന്ന് പിന്മാറുകയോ ഇസ്തിഗ്ഫാർ ചെയ്യുകയോ തൗബ ചെയ്യുകയോ ചെയ്യുന്നതിനു പകരം അവൻ വീണ്ടും അടുത്ത തിന്മ ചെയ്തു വർദ്ധിപ്പിച്ചു എങ്കിൽ സാദത്ത്, ആ കറുപ്പ് വർദ്ധിക്കും. ഹത്താ യഅലു ഖൽബഹു ലാകറാൻ, ആ കറുത്ത കറ അവന്റെ ഹൃദയത്തിന് വലിയൊരു പങ്കായിട്ട് മാറും. അല്ലദീ ദക്കറല്ലാഹ്, അതിനെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹ് എവിടെ പരാമർശിച്ചത്? സൂറത്തുൽ മുത്തഫിഫീനിലെ 14-ാമത്തെ ആയത്ത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ കാരണമായി അവരുടെ കൽബുകളിൽ കറ വീണു. അപ്പൊ നമ്മുടെ കൽബിൽ ഇങ്ങനെ കറുത്ത പുള്ളി അതൊരു കറുത്ത കൽബായിട്ട് മാറി, പിന്നെ നരകത്തിലേക്ക് പോകല്ലാതെ രക്ഷയില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രത്യാഘാതം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത്, ഹൃദയത്തിന് കറ വീഴുക എന്ന് പറഞ്ഞാൽ പാപത്തിന് മേൽ പാപം. ഒരു പാപം ചെയ്താൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ഇന്ന് ചെയ്ത അതേ തെറ്റവൻ നാളെ ചെയ്യും. മ്യൂസിക് ആയിരിക്കാം, ഡാൻസ് ആയിരിക്കാം, മദ്യപാനമായിരിക്കാം, പലിശ ആയിരിക്കാം. അവൻ ചെയ്യുന്ന പതിവായിട്ട് ചെയ്തു വരുന്ന ഒരു ഹറാമാണെങ്കിൽ കാണാൻ പാടില്ലാത്തത് കാണുന്നു, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു, പറയാൻ പാടില്ലാത്തത് പറയുന്നു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു. അങ്ങനെ ഹറാമാണെന്ന് വ്യക്തമായൊരു കാര്യം ചെയ്യുന്നു, ഇന്ന് ചെയ്യുന്നു, നാളെ ചെയ്യുന്നു, രാവിലെ ചെയ്യുന്നു, വൈകുന്നേരം ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നില്ല, ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുക. വേറെ ഒരുപാട് നന്മകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അദ്ദംബു അലദ്ദംബു, ഒരു കുറ്റം അതിന് മേലെ അതേ കുറ്റം വീണ്ടും. അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചാണ് റാന എന്ന് പറഞ്ഞത്. ഹത്താ യഅമൽ ഖൽബ്, അവസാനം കൽബ് അന്ധമാകും. കൽബ് അന്ധമാവുക എന്നാണ് എന്താ അറിയോ? തിന്മകൾ കൊണ്ട് ഹൃദയം കറുത്തതാവുക എന്നാണ്. പിന്നെ ആ അന്ധമായ കൽബുമായിട്ട് സ്വർഗത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല എന്ന താക്കീതാണ്. ഇമാം മാലിക് റഹിമഹുല്ലയുടെ ശിഷ്യനായിരുന്നു ഇമാം ഷാഫി റഹിമഹുല്ല. ഇമാം ഷാഫി റഹിമഹുല്ല ചെറുപ്പത്തിൽ തന്നെ അങ്ങേയറ്റത്തെ ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിയെ കുറിച്ച് പറയേണ്ടതില്ല, ഇമാം മാലിക്കിനേക്കാൾ അദ്ദേഹം പ്രസിദ്ധനായിട്ടുമുണ്ട്, പല വിഷയത്തിലും അദ്ദേഹം ഉയർന്നിട്ടുമുണ്ട്. ഗുരുനാഥനേക്കാൾ ഉയർന്ന പദവിയിൽ അദ്ദേഹം എത്തി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അഗാധമായ വൈഭവം കണ്ടപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലക്ക് ഇമാം മാലിക് റഹിമഹുല്ല നൽകിയ ഒരു ഉപദേശം പൂർവികരുടെ സലഫുകളുടെ കൃതികൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നി അറ അന്നല്ലാഹ ഖദ് അൽഖാ അലാ ഖൽബിക നൂറ. ഇമാം ഷാഫിയോട് പറയാണ്, നിന്റെ ഹൃദയത്തിൽ അള്ളാഹു വെളിച്ചമിട്ട് എന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് നിനക്ക് ഇത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്. ഖുർആൻ പെട്ടെന്ന് മനഃപ്പാടമാകുന്നു. അതേപോലെ തന്നെ ദീനിന്റെ ഓരോ ഹുക്കുമുകളും പെട്ടെന്ന് പഠിക്കുന്നു. മുതിർന്ന ആളുകൾ പഠിക്കുന്ന പോലെ ചെറിയ കുട്ടിയായിട്ട് പഠിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ നന്നായി പ്രശംസിച്ചു. അള്ളാഹു നിന്റെ കൽബിൽ പ്രകാശമിട്ട് തന്നു, അതുകൊണ്ടാണ് നിനക്ക് വേഗം വേഗം പഠിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഉടനെ പറയാ, ഫലാ തുത്ഫിഉഹു ബിളുലുമത്തിൽ മഅസിയ, പാപത്തിന്റെ ഇരുട്ട് കൊണ്ട് അള്ളാഹു തന്ന ആ പ്രകാശത്തെ നീ കെടുത്തി കളയരുത്. നീ കുറച്ച് മുതിരാൻ തുടങ്ങി, ദുനിയാവിന്റെ തൽക്കാല സന്തോഷങ്ങൾക്ക് വേണ്ടി ഹറാമുകൾ ചെയ്യാൻ തുടങ്ങിയാൽ ഈ കഴിവങ്ങ് പോകും. ഇത്ര എളുപ്പത്തിൽ നിനക്ക് ഇനി പഠിക്കാൻ പറ്റില്ല, നിനക്ക് ദീന് മനസ്സിൽ വെക്കാൻ പറ്റില്ല, നിനക്ക് ഈ ഒരു യോഗ്യതയും ഈ ഒരു നന്മയും നിലനിർത്താൻ പറ്റില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മരണം വരെ ഗുരുനാഥന്റെ ഈ ഉപദേശം കാത്തു സൂക്ഷിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ടോ? അപ്പം തിന്മ ഒരു മനുഷ്യന് ദീന് കുറയാനും, ചിലവർക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ക്ലിയർ ആകുന്നില്ല, മറന്നുപോണ്. നമ്മുടെ ജീവിതത്തിലെ നന്മകളെ പറ്റി കൂടി ആ നേരത്തെ ഒന്ന് ആലോചിക്കണം. പാപങ്ങൾ ചെയ്യുന്നവർക്കാണ് ദീനിനോട് വിരക്തി, ദീന് പഠിക്കാൻ അലസത, ദീന് പഠിക്കാനുള്ള മടി. ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങൾ നമ്മൾ കൂടെ കൊണ്ടുനടക്കുന്നുണ്ടാവും, ഉപേക്ഷിക്കാൻ തയ്യാറാവാതെ. അത് ഓരോരുത്തർക്കും അവരവർക്കാണ്. എൻ്റെത് എനിക്കാണല്ലോ അറിയാം.
നിങ്ങൾക്കാണല്ലോ അറിയാം. ഓരോരുത്തരും ചിന്തിച്ച് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപമാണോ പാടെ വർജിക്കുക. തിന്മയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ആണല്ലോ, എന്നാലും അത് പിന്നെ ചെറുതല്ലേ, അത് വലിയ ഗൗരവമുള്ള സംഗതിയല്ലല്ലോ, ഈ ഒരു കാര്യമല്ലേ ഞാൻ ഒഴിവാക്കാത്തതുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഒരു പാപവും ആരും ഹൃദയത്തിൽ കൊണ്ട് നടക്കണ്ട. അത് നമുക്ക് ദീന് പഠിക്കുന്നതിന് തടസ്സമാണ്, പഠിക്കണ ദീന് പാലിക്കുന്നതിന് തടസ്സമാണ്, നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കുന്നതിന് തടസ്സമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇത് നമ്മൾ ശരിക്കും പഠിക്കണം. ഹസനുൽ ബസരി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നു. അദ്ദേഹം രാത്രി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ്. അദ്ദേഹം നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖിയാമുൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അതിഥിയാണല്ലോ. അപ്പോൾ വെള്ളം എവിടെയാണ്, ഒളു ചെയ്യാൻ, നിസ്കരിക്കാനുള്ള സൗകര്യം എന്താണ്? അദ്ദേഹം ഇതൊക്കെ ചോദിച്ചത് കൃത്യമായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം നിസ്കരിക്കുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പലതവണ 2-3 ദിവസങ്ങൾ തുടർച്ച് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഹസനുൽ ബസരി അദ്ദേഹം പരാതി പറഞ്ഞു. എന്ത്? ഞാൻ നിസ്കരിക്കണം എന്നൊക്കെ ഒരുങ്ങി, പക്ഷെ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചില്ല. എന്താ? എഴുന്നേക്കാൻ കഴിയുന്നില്ല. ഞാൻ നിയത്ത് വെച്ച് കിടന്നാണ്, പക്ഷെ എനിക്ക് ആ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹൃദയത്തിനൊരു ഭാരം, ആരോ എന്നെ അവിടെ ശക്തിപ്പെടുത്തി കിടത്തുന്നു, ശൈത്താൻ എന്നെ സ്വാധീനിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ദുനൂബുക ഖയ്യദതുക, നിന്റെ പാപങ്ങളാണ് നിന്നെ കെട്ടിയിട്ടത്. നീ നിന്റെ ജീവിതത്തിൽ ഏതോ ചില പാപങ്ങൾ ഇനിയും ഒഴിവാക്കാനുണ്ട്. പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എനിക്കെന്താ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തത്? നിസ്കരിക്കാനുള്ള പൂതി ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന തെറ്റുകുറ്റങ്ങളെ കുറിച്ച്, ഹറാമുകളെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പാപങ്ങളെ വർജിക്കാൻ കഴിയും. അപ്പൊ നിന്റെ പാപങ്ങളാണ് നിന്നെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ ബന്ധിച്ചിരിക്കുന്നത്. ദുനൂബുക ഖയ്യദതുക എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? മറുപടി കൊടുത്തത് കാണാൻ സാധിക്കും. സലഫുകളിലെ സുലൈമാനു ദാറാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ലാ തഫൂതു അഹദൻ സ്വലാത്തൽ ജമാഅത്ത് ഇല്ലാ ബിദംബ്, ജമാഅത്ത് നമസ്കാരം പാപം കാരണത്താലല്ലാതെ ആരും പാഴാക്കുന്നില്ല. ജമാഅത്ത് നിസ്കാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് പിന്നെ അലസത വന്നു, അയാൾ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാതായി. നിസ്കാരത്തിൽ നിന്ന് ഒഴിവ് കഴിവുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെ ജമാഅത്ത് നമസ്കാരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അലസത കാരണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, രോഗം കാരണമല്ല, യാത്ര കാരണമല്ല, അനിവാര്യമായ കാരണങ്ങൾ കൊണ്ടല്ല, അലസത കൊണ്ട് മാത്രം എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി എന്നൊരാൾ പരാതി പറഞ്ഞാൽ പാപങ്ങൾ കാരണമായിട്ടാണ് നമ്മുടെ ജമാഅത്തുകൾ നഷ്ടമായി പോകുന്നത് എന്ന് പൂർവികർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താക്കീത് ചെയ്യുന്നത് കാണാൻ സാധിക്കും. സുലൈമാനു തൈമി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഇന്ന റജുല ല യുസീബു ദംബ ഫി സിർരി ഫയുസ്ബിഹു അലൈഹി മദല്ലതുഹു, രഹസ്യമായി രാത്രി സമയത്ത് പാപം ചെയ്ത ഒരുത്തൻ പരസ്യമായി തന്നെ പകൽ സമയത്ത് നേരം പുലരുമ്പോൾ അപമാനിതനായേക്കും. പലരും വഷളാകും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അംഗീകരിക്കപ്പെടേണ്ടിടത്ത് അംഗീകാരം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അയാളെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് ചിന്തിക്കും, ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ലല്ലോ എന്നുള്ള ആരോപണം അയാളുടെ മേൽ വരും. ഒരാൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അയാൾ മനസ്സിന് വിഷമിക്കുന്ന ഒരു അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ നിങ്ങൾ രഹസ്യമായി ചെയ്ത ഒരു പാപമാണ് പരസ്യമായ ഒരു അപമാനം നിങ്ങൾ ഏറ്റുവാങ്ങാൻ കാരണമായത് എന്ന് പൂർവികർ മനസ്സിലാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉപജീവനം തടയപ്പെടും. ഉപജീവനം തടയപ്പെടുമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉപജീവനം കിട്ടാൻ ഖുർആൻ പറഞ്ഞെന്താ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. സൂറത്തു തലാഖിലെ 2-3 ആയത്തുകളാണ്. തഖ്വ ആരാണോ പാലിക്കുന്നത്, തഖ്വ എന്ന് പറഞ്ഞാൽ തിന്മ വരാതെ സൂക്ഷിക്കുന്നതിനെ തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. എന്ത് സൂക്ഷിക്കുക? ജീവിതത്തിൽ തിന്മകൾ വരാതെ, ഹറാമുകൾ വരാതെ, സയ്യത്തുകൾ വരാതെ, പാപങ്ങൾ വരാതെ സൂക്ഷിക്കുന്നതിനെ തഖ്വ എന്ന് പറയാം. ആരാണോ തഖ്വ പാലിക്കുന്നത്, പാപങ്ങളെ സൂക്ഷിക്കുന്നത്, അള്ളാഹു അവന്റെ ജീവിത വഴിയിൽ തുറവി നൽകും. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ റിസ്ക് കൊടുക്കും. പട്ടിണിയിലും പ്രയാസം കിടക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ അവന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടും. മനസ്സിലായില്ലേ? ഇതിന്റെ മറുവശം എന്താ? പാപങ്ങളെ സൂക്ഷിക്കാത്തവൻ ഈ റിസ്ക് കിട്ടൂല എന്നല്ലേ, തടയപ്പെടുമെന്നല്ലേ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, തിന്മകൾ നിങ്ങളുടെ റിസ്കിനെ തടയുന്ന ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കണം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്. ഈ ഗ്രാമവാസികൾ അവർ സത്യവിശ്വാസികളും തഖ്വ പാലിക്കുന്നവരുമാണെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബറക്കത്തുകൾ നാം അവർക്കായിട്ട് തുറക്കും. ആകാശത്തു നിന്ന് മഴ ചൊരിയും, ഭൂമിയിൽ നിന്ന് വിളവുകൾ ലഭിക്കും. ഇത് തഖ്വയുള്ളവർക്കും ഈമാനുള്ളവർക്കും അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ്. അപ്പൊ തഖ്വ ഈമാൻ ഇല്ലെങ്കിലോ, തിന്മയാണ് കൊണ്ടുവരുന്നെങ്കിലോ ഈ ബറക്കത്തുകൾ തടയപ്പെടും. അപ്പൊ റിസ്ക് തടയപ്പെടും, ബറക്കത്തുകൾ തടയപ്പെടും. വലാകിൻ കദ്ദബു, എന്നാൽ അവർ കളവാക്കി അഥവാ തഖ്വ പാലിച്ചില്ല. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചു കൂട്ടിയത് കാരണമായി അവരെ നാം പിടികൂടുകയും ചെയ്തു. സൂറത്തുൽ അറാഫിലെ 96-ാമത്തെ ആയത്ത്. ഇനി ഇമാം ലഹാഖ് താബഈ പ്രമുഖനാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, മാ നഅലമു അഹദൻ
ഹഫിളൽ ഖുർആന സുമ്മ നസിയഹു ഇല്ലാ ബിദംബ്. ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് മറന്നുപോകുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല പാപം കാരണമായിട്ടല്ലാതെ. ഖുർആൻ ഹിഫ്ളാക്കിയതിനു ശേഷം പഠിച്ച ഖുർആൻ ഒരാൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അയാളിലെ തിന്മകൾ കാരണമായിട്ടല്ലാതെ പഠിച്ച ഖുർആൻ മറന്നുപോകുന്നതായിട്ട് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ലഹാഖ് റഹിമഹുല്ല പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ആയത്ത് ഓതി, സൂറത്ത് ശൂറയിലെ 30-ാമത്തെ ആയത്ത് തെളിവായിട്ട് ഓതി കൊടുത്തു. ഖുർആൻ കാണാതെ പഠിച്ച ആൾ, ദീന് കാണാതെ പഠിച്ച ഒരാൾ അത് മറന്നുപോവാണ്. അത് മറക്കുന്നത് അയാളുടെ ജീവിതത്തിൽ അയാൾ പാപങ്ങൾ കൊണ്ടുനടക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഖുർആൻ ആയത്ത് ഓതി. ഏതായത്ത്? വമാ അസ്വാബക്കും മിൻ മുസീബ, ഒരു വിപത്ത് നിങ്ങളെ ബാധിച്ചിട്ടില്ല. ഫബിമാ കസബത് ഐദീക്കും, നിങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചത് കാരണം. വയഅഫു അൻ കസീർ, ധാരാളം കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നു. അപ്പൊ നമ്മുടെ കരങ്ങൾ സമ്പാദിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യങ്ങളും വിപത്തുകളുമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നന്മകൾ തടയപ്പെടുക, നമ്മിൽ വന്ന നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നെല്ലാം പറഞ്ഞാൽ നാം തന്നെ ചെയ്തു കൂട്ടിയ തിന്മകളുടെ അടയാളമാണ് എന്ന് പറയുന്ന ആയത്തും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാപങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് നാണം കുറയും. കാരണം പാപം വെളിച്ചത്ത് വരുമ്പോൾ പിന്നെ അവന് നാണം എവിടെ? നാണം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളുടെ ബോധ്യപ്പെടുന്ന വിധത്തിൽ തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ തെറ്റ് ചെയ്യുന്ന ആരും അറിയുന്നതിന് എനിക്ക് പ്രയാസമില്ല എന്ന് വന്നാൽ അതാണല്ലോ നാണമില്ലായ്മ. മൃഗങ്ങളുടെ അവസ്ഥ അതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനമാണ്. എന്താണ്? ഇന്ന മിമ്മാ അദറക്കന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല, ആദിമകാലം മുതലുള്ള നുബുവത്തിന്റെ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഒന്നാമത്തെ നബി മുതൽ മുഹമ്മദ് നബി വരെ പഠിപ്പിച്ചൊരു വിഷയമാണ്. ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത, നാണമില്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ തെറ്റ് ചെയ്തോളൂ. അപ്പൊ തിന്മ ചെയ്യുന്ന ആരാണ്? നാണമില്ലാത്തവരാണ്. അപ്പൊ നാണമില്ലാത്ത വർഗമായി പാപികൾ മാറുന്നു എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള കാര്യമായി നമ്മൾ പഠിപ്പിക്കണം. വമൻ യുഹിനില്ലാഹു ലഹു ഫമാ ലഹു മിൻ മുക്രിം, അല്ലാഹു ഒരുത്തനെ അപമാനിച്ചാൽ അവനെ ആദരിക്കാൻ ലോകത്ത് ആരും ഉണ്ടാവുകയില്ല. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹാനു അലല്ലാഹ് ഫഅസൗഹു, അവരെ അല്ലാഹ് അപമാനിച്ചു, കാരണം അവർ പാപം ചെയ്തു. വലൗ അസ്സു അലൈഹി ലഅസമഹും, അവർ ഇസ്സത്ത് പാലിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അവരെ സംരക്ഷിച്ചേനെ. അപ്പൊ അവര് തന്നെയാണ് തിന്മകൾ ചെയ്തുകൊണ്ട് അപമാനിതരായത്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഒന്നിനും കൊള്ളരുതാത്തവരാക്കി മാറ്റിയത്. അപ്പൊ അള്ളാഹുവിനെ അനുസരിച്ച് ഇസ്സത്ത് നേടിയെടുക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ ഇസ്സത്ത് നഷ്ടപ്പെടും, അപമാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു അടിമയെ അപമാനിച്ചാൽ പിന്നെ അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ, അന്തസ്സുള്ളവനാക്കാൻ ലോകത്ത് ആരുമില്ല. എല്ലാവരും ഒരുമിച്ച് കൂടിയാലും, കുടുംബക്കാരെല്ലാവരും ഒത്തു, നാട്ടുകാരെല്ലാവരും ഒത്തു, അള്ളാഹ് അപമാനിക്കാൻ ഉദ്ദേശിച്ച ഒരാളെ അന്തസ്സുള്ളവനാക്കാൻ ആർക്കും കഴിയില്ല. അന്തസ്സ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. അത് ഈമാനിന്റെയും തഖ്വയുടെയും നന്മകളുടെയും ആധാരത്തിൽ നിലനിൽക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തെറ്റു വന്നാൽ ചിന്തിക്കണം, തൗബ ചെയ്യണം, മടങ്ങണം, ആവർത്തിക്കാതിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയും. മാമിൻ അബ്ദിൻ യുദ്നിബു ദംബൻ ഫയതവല്ല, ഒരടിമയുമില്ല അവനൊരു പാപം ചെയ്യുന്നു, അവൻ ആ പാപത്തെ പറ്റി കുറ്റബോധമുള്ളവനാകുന്നു, അവൻ വുദൂ ചെയ്യുന്നു, ഫയുഹ്സിനു തുഹൂറ, വുദൂ ഏറ്റവും നല്ല രൂപത്തിൽ അവൻ ശുദ്ധി നിർവഹിക്കുന്നു, സുമ്മ യഖൂമു, എന്നിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ഫയുസല്ലി റക്അതൈനി, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു, സുമ്മ യസ്തഗ്ഫിറുല്ലാഹ ബിദാലിക ദംബി, ആ കുറ്റം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ഇല്ലാ ഗുഫിറ ലഹു, എങ്കിൽ ആ പാപം പൊറുക്കപ്പെടാതിരിക്കില്ല എന്നാണ്. അപ്പൊ മനഃപൂർവ്വം തെറ്റു വന്നാൽ തിരുത്തണം ആദ്യം തീരുമാനിക്കുക, തെറ്റ് ഒഴിവാക്കുക, വുളു ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, ആ തെറ്റിന് വേണ്ടി മാത്രം. 2 റക്അത്ത് സുന്നത്ത്, വേറൊരു നിസ്കാരമല്ല. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ചെയ്ത പാപം എടുത്തു പറഞ്ഞ്, റബ്ബേ ഇനി ഞാൻ ആവർത്തിക്കില്ല, ഞാനിതെന്റെ ജീവിതത്തിൽ ഇത് എടുത്തു കളയുന്നു. ചെറുതാകട്ടെ വലുതാകട്ടെ, തിന്മകളോടുള്ള നമ്മുടെ സമീപനം ഇതായിരിക്കണം. കാരണം തിന്മകൾക്ക് അത്യധികം പ്രത്യാഘാതങ്ങളുണ്ട്. ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർള്, ആകാശഭൂമികൾ അവർക്കായി കരഞ്ഞില്ല. വമാ കാനൂ മുൻദരീൻ, അവർക്ക് ഇളവ് നൽകപ്പെടുകയും ഉണ്ടായില്ല. നാളെ നരകത്തിലേക്ക് സത്യനിഷേധികൾ, പാപികൾ, ഹറാമുകൾ ചെയ്തു കൂട്ടിയവർ, ശിർക്കുകളും കുഫറുകളും ബിദഅത്തുകളും ഹറാമുകളുമായി നരകത്തിലേക്ക് പതിച്ചവർ, അങ്ങനെ തിന്മകൾ കാരണം അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക് വേണ്ടി ആകാശങ്ങളോ ഭൂമിയോ കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രയേറെ ഒറ്റപ്പെട്ടവരായിട്ടാണ് പാപികളെ ഇസ്ലാം നിർണയിച്ചിരിക്കുന്ന. സൂറത്തു ദുഖാനിലെ 29-ാമത്തെ ആയത്താണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു, അൽ കബായിറു സബ്, കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ 7 എണ്ണാണെന്ന് ചോദിച്ചു. നമ്മൾ 7 വൻകുറ്റങ്ങളെ കുറിച്ചാണല്ലോ കേട്ടിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹിയ ഇല 70 അഖറബ്, വൻകുറ്റങ്ങൾ തന്നെ 70ഓളം ഉണ്ട്. ആ 70 വൻകുറ്റങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറ്റം
കുറ്റങ്ങളൊന്നും സ്പർശിക്കാതിരിക്കാൻ ഏത് തരത്തിലുള്ള സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണം, അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം, മനസ്സിരുത്തണം. നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ അജണ്ടയാണ് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ അരികിലേക്ക് വന്ന, നമ്മുടെ മേൽ ചാർത്തപ്പെടുന്ന, നമുക്ക് ഭാരമായി വരുന്ന, നമുക്ക് ഹാരമായി അണിയിക്കപ്പെടുന്ന ആ പാപം ഏതാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അത് എടുത്തു മാറ്റിയിട്ട് ഹൃദയം ശുദ്ധിയാക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അരികിൽ കൽബ് സലീമായിട്ട്, സുരക്ഷിതമായ കൽബുമായിട്ട് അവനെ സമീപിക്കണം. അതിനുള്ള മഹാഭാഗ്യം നമ്മുടെ ഈമാനും തൗഹീദും കാരണമായി ഓരോരുത്തർക്കും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം, പാപരഹിതമാക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. ഫമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അതൊക്കെ ദുനിയാവിൻ്റെ വിഭവങ്ങൾ മാത്രമാണ്. വമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖ. അള്ളാഹുവിൻ്റെ അരികിൽ നമ്മെ കാത്തിരിക്കുന്നതാണ് സ്വർഗമാണ്, ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും. ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക്. ഇപ്പം നമുക്കൊരുപാട് സ്വത്ത് സമ്പാദ്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ദുനിയാവിൻ്റെ വിഭവം, മത്താവുൽ ഹയാത്തി ദുനിയ എന്നുള്ള സ്ഥാനം അതിനുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഹറാമിൻ്റെ വഴി സ്വീകരിക്കേണ്ട എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് നിലനിൽക്കുന്ന ഉത്തമമായി എന്നും ആസ്വാദനം ആർക്ക് മാത്രമുള്ളതാണ്? ലില്ലദീന ആമനു അലാ റബ്ബിഹിം യതവക്കലൂൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും റബ്ബിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ്. അവരുടെ അടുത്ത യോഗ്യത എന്താ അറിയോ? എന്നെന്നുമുള്ള വിഭവം, എന്നെന്നുമുള്ള ആസ്വാദനം, നിലനിൽക്കുന്ന ആസ്വാദനം, അത് ലഭിക്കണമെങ്കിൽ അടുത്ത യോഗ്യം തഖ്വ വേണം, ഈമാൻ വേണം. പിന്നെ വേണ്ട എന്താ? വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി. വൻകുറ്റങ്ങൾ അവർ വർജിക്കുന്നു. വൽ ഫവാഹിശ, അവർ അധർമ്മങ്ങൾ വർജിക്കുന്നു. വൈദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോപം വന്നാൽ അവർ മാപ്പ് ചോദിക്കുന്നു, അവർ മാപ്പ് നൽകുന്നു. ഒരാളുടെ ദേഷ്യം വരും, അയാളോട് ഇങ്ങോട്ട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അയാളോട് ദേഷ്യം വന്നാൽ അവർക്ക് മാപ്പ് നൽകുന്നു. ഈ ഗുണങ്ങളുള്ളവർക്കാണ് ഖൈർ, അബ്ഖ, ഉത്തമം, അനശ്വരമായത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്, ക്ഷമ പാലിക്കണം, അള്ളാഹുവിൻ്റെ വാക്ക് സത്യമാണ്. അക്ഷമ കാണിക്കുന്നവരാണ് ഈ തെറ്റായ വഴിയിലൂടെ ആസ്വാദനങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ക്ഷമ പാലിച്ചാൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചതൊക്കെ നമുക്ക് തരും. ഹറാമിൻ്റെ വഴിയിലൂടെ പോയതുകൊണ്ട് കൂടുതൽ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. നമുക്ക് മരിക്കുന്നതിനിടയ്ക്ക് എത്ര സന്തോഷം വേണം, എത്ര ആസ്വാദനം വേണം, എത്ര സ്വത്ത് വേണം, ഇതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തിയതാണല്ലോ. പിന്നെ ഇതിനെ തെറ്റിൻ്റെ വഴി എന്തിനാണ്? കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത്? എന്തിനാണ് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്തുന്നത്? എന്തിനാണ് കളവ് കാണിക്കുന്നത്? എന്തിനാണ് മറ്റൊരാളെ നമ്മൾ വഞ്ചിക്കുന്നത്? അങ്ങനെ ആ രൂപത്തിലൊന്നും കൂടുതൽ കൂടുതൽ നേടാൻ ഒരുത്തനും അങ്ങനെയൊക്കെ നേടിയാലും അള്ളാഹു തരാൻ ഉദ്ദേശിച്ചത് തടയും എന്നല്ലാതെ വളഞ്ഞ വഴിയിലൂടെ കൂടുതൽ കിട്ടുമെന്ന് മുഅ്മിനായ ഖദറിൽ വിശ്വാസമുള്ള ഒരുത്തനും കരുതുകയില്ല. നമ്മൾ ഹലാലിൻ്റെ സമ്പാദ്യം മാത്രം മതി എന്ന് തീരുമാനിച്ചാലും മരിക്കണതിനടക്ക് നമുക്ക് കിട്ടണമെന്നുള്ള തീരുമാനിച്ചത് മുഴുവൻ കിട്ടും. വളഞ്ഞ വഴിയിലൂടെ പോയാൽ ഒരു കടുകുമണി പോലും നമുക്ക് അധികമായി ലഭിക്കുകയുമില്ല. പിന്നെന്തിനാ ഹറാമിൻ്റെ വഴിക്ക് പോണത്? ശിക്ഷ കാത്തിരിക്കും, ദുനിയാവിലും ആഖിറത്തിലും അപമാനം കാത്തിരിക്കും, അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ ശിക്ഷകൾ കാത്തിരിക്കുന്നല്ലാതെ വേറെന്താ ഉള്ളത്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നന്മയിൽ അടിയുറച്ചു നിൽക്കണം, ക്ഷമ പാലിക്കണം. അള്ളാഹിന്റെ വാക്ക് സത്യമാണ്. വലാ യസ്തഖിഫന്നകല്ലദീന ലാ യുഖിനൂൻ. ഉറച്ചു വിശ്വസിക്കാത്ത ആളുകൾ നിന്നെ ആശയക്കുഴപ്പത്തിൽപ്പെടുത്താതിരിക്കട്ടെ, നിനക്ക് അവരോട് ചായ്വ് തോന്നാതിരിക്കട്ടെ. തെറ്റ് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കാത്ത ആളുകൾ, അവരുടെ നിലപാടുകൾ നിനക്കും അതേ നിലപാട് സ്വീകരിക്കാൻ പ്രേരകമാകാതിരിക്കട്ടെ. സത്യത്തിന്റെയും സബറിന്റെയും കാര്യത്തിൽ ലാഘവത്വം കാണിക്കാൻ നിന്നെ അത് പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് സൂറത്തുർ റൂമിലെ 60-ാമത്തെ ആയത്തിൽ കാണാം. അപ്പൊ പാപം വർജിക്കുക എന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അത് ഒഴിവാക്കാൻ മനഃപൂർവ്വം പരിശ്രമിക്കണം എന്നുള്ളതാണ്. തെറ്റുകൾ വരാതെ സൂക്ഷിക്കാൻ, പാപത്തെ പിടിച്ചു വെക്കാൻ നമ്മളെ സഹായിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിൽ ഒന്നാമതായി പറഞ്ഞത് ഒരു പാപം നെറികെട്ടതാണ്, വൃത്തികെട്ടതാണ് എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ ഘടകം. അതുകൊണ്ട് കള്ളുകുടി തെറ്റാണ്, പലിശ തെറ്റാണ്, കളവ് പറയൽ തെറ്റാണ്, ഒരാളെ വഞ്ചിക്കുന്നത് തെറ്റാണ്, ഒരാളെ വേദനിപ്പിക്കുന്നത് തെറ്റാണ്, നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റൊരാൾക്ക് ദോഷകരമായി ഭവിക്കുന്നത് അത് തിന്മയാണ്. തിന്മയുടെ ആ നിസ്സാരത, തിന്മയുടെ നിന്ദ്യത അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഓരോ തിന്മയും അതിൻ്റെ നിന്ദ്യത എപ്രകാരമാണ് ഖുർആനിലും സുന്നത്തിലും വർണ്ണിക്കപ്പെട്ടത് എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു തുടങ്ങാം. രണ്ടാമത്തത്
ശൈഖ് പറഞ്ഞ ഒരു കാര്യം, അള്ളാഹുവെ കുറിച്ചുള്ള ഭയം. നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കുക, അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടലും അവന്റെ തൃപ്തി നേടലുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അത് നേടിയെടുത്താൽ നമുക്ക് തിന്മയെ ഒഴിവാക്കാൻ എളുപ്പമാണ്. എനിക്ക് തിന്മ ഒഴിവാക്കണമെന്നുണ്ട്, പക്ഷെ ചില സമയത്തൊന്നും എനിക്കതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. കാരണം അത് ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് ഇങ്ങനെ നഷ്ടം ഉണ്ടാവും, അത് ഒഴിവാക്കിയാൽ മറ്റേ നഷ്ടം ഉണ്ടാകും. സംഗതി എനിക്ക് അതിൽ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നു. അങ്ങനെ ചില തെറ്റുകൾ തുടരുന്നവർ റബ്ബിനോടുള്ള ഭയം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് തെറ്റു മാറ്റിവെക്കാൻ ഒരു മടി അയക്കണ്ടാവില്ല. കാരണം അടുത്ത നിമിഷം ഈ ആയുസ്സുള്ള ദുനിയാവിൽ നമുക്ക് തന്നോളൊന്നില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവെ സംബന്ധിച്ചെന്നാണ്. ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്കിവിടെ ജീവിക്കാൻ സൗകര്യം തന്നത്, ബുദ്ധി നൽകിയത്, ആരോഗ്യം നൽകിയത്, ഈ സംവിധാനങ്ങളൊക്കെ എനിക്ക് എൻ്റേതാക്കി തന്നത് അള്ളാഹു അല്ലേ. ആ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യുക എൻ്റെ ബാധ്യത. ഞാൻ ഹറാമ് ചെയ്യുമ്പോൾ അള്ളാഹു അത് തരിബും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഹൃദയത്തിൽ നാം വളർത്തിയെടുക്കുന്ന ഹയാ, ലജ്ജയാണ് ഒരാളെ. അതുകൊണ്ടാണ് ഇന്നൽ ഹയാ കുല്ലഹു ലഹു ഖൈർ. നാണം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ നന്മയാണ്. ലജ്ജയിൽ ഏതെങ്കിലും ഒരു ഭാഗം നന്മയല്ലാതെ ഇല്ല. നാണം മുഴുവനും നന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് മൂന്നാമത്തെ ഘടകമായി അദ്ദേഹം പഠിപ്പിച്ചത്. നാലാമതായിട്ട് ശൈഖ് പറയുന്നു, മുറാഅതു നിഅമിഹി അലൈക വ ഇഹ്സാനിഹി ഇലൈക. അള്ളാഹു നിനക്ക് തന്ന നിഅമത്തുകൾ അത് നിലനിർത്തി പോരണം. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്, അത് റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണ്. അതിനെ നീ നിഗ്രഹങ്ങളാക്കി മാറ്റരുത്, നിനക്കെതിരായ കാര്യങ്ങളാക്കി മാറ്റാതെ നീ അതിനെ കാത്തു സൂക്ഷിക്കണം. നാലാമത് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റം വരുത്തുന്നവരെ അള്ളാഹു അവരെ മാറ്റം വരുത്തുകയില്ല. അപ്പൊ നമ്മുടെ നിയമത്തിനെ നമ്മൾ തന്നെ നിലനിർത്തണം. പാപങ്ങളിലേക്ക് പോകുമ്പോൾ അള്ളാഹ് എടുത്തു കളയും. അപ്പൊ നമുക്ക് അള്ളാഹു തന്ന നിയമത്തിനെ ശരിക്കും എടുത്തു കളഞ്ഞാൽ നമ്മൾ തന്നെ എടുത്തു കളഞ്ഞത്. അപ്പൊ നിനക്കുള്ള നിയമത്തിനെ നീ തന്നെ നിലനിർത്താനുള്ള ഒന്നാമത്തെ ഉപാധി പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് പറഞ്ഞു, സംസ്കൃതമായ മനസ്സ്, പരിശുദ്ധമായ പവിത്രമായ ഒരു ഉന്നതമായ മനസ്സ് സൂക്ഷിക്കുക. നല്ല മനസ്സ്, ഉയർന്ന ഒരു കുലീനതയുള്ള ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. കുലീനത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിൽ കുലീനത സൂക്ഷിക്കുക. ആറാമതായി, അള്ളാഹുവെ എല്ലാറ്റിനേക്കാളും ഏറെ സ്നേഹിക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് സബർ. പാപങ്ങൾ ചെയ്യാതിരിക്കൽ അള്ളാഹുവോടുള്ള നമ്മുടെ മഹബത്തിന്റെ അടയാളമാണ്. അള്ളാഹുവെ പറ്റി നന്നായി ചിന്തിക്കുക, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുക. അങ്ങനെ അള്ളാഹുവോടുള്ള നമ്മുടെ മഹബത്തിനെ തീക്ഷ്ണമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം. ഏഴാമതായിട്ട് ശൈഖ് പറഞ്ഞു, ഭക്ഷണം, പാനീയം, വസ്ത്രം, ഉറക്കം, ഇതെല്ലാം തന്നെ അതിൽ അനിവാര്യമല്ലാത്തത്, നമുക്ക് അർഹതയില്ലാത്തത് നമ്മുടെ കയ്യിൽ വരാതെ സൂക്ഷിക്കുക. ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കഴിക്കുക. എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിലും ഭക്ഷണത്തിലും വെള്ളത്തിലും നീ ധൂർത്തൊഴിവാക്കുക. അതാണ് നിന്നെ പാപങ്ങളിലേക്ക്, ഈ ധൂർത്തടിച്ച് ശീലിക്കുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നുള്ള ആർത്തി ഉണ്ടായിരിക്കും. അവനാണ് തിന്മയിലേക്ക് ചാടുന്നത്. അപ്പൊ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ നിന്റെ ജീവിതത്തിലെ ആവശ്യങ്ങളിൽ ധൂർത്തിനെ പൂർണ്ണമായി വർജിക്കണം. ഒന്നിന്റെയും അവശേഷിപ്പുകൾ നീ അനാവശ്യമായിട്ട് നീ പാഴാക്കാതിരിക്കണം എന്ന കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. എട്ടാമതായിട്ട് പറഞ്ഞു, ഒരു തെറ്റിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ശരിക്കും പഠിക്കണം. ദുനിയാവിലെ പ്രത്യാഘാതങ്ങളും പരലോകത്തുള്ള പ്രത്യാഘാതങ്ങളും ഏറ്റവും നന്നായി പഠിക്കണം. ആ പ്രത്യാഘാതങ്ങൾ ഓരോന്നിനെ കുറിച്ചും എന്തൊക്കെയാണ് പഠിപ്പിക്കപ്പെട്ടത്, ഏതെല്ലാം തരത്തിലുള്ള ഓരോ തിന്മയ്ക്കും ആ തിന്മയുടെ തന്നെ പ്രത്യാഘാതങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നന്നായി ചിന്തിക്കുക. ലം തൽഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഗ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ. ഒരു നാട്ടിൽ അധർമ്മങ്ങൾ വ്യാപകമാവുകയും അത് പരസ്യമാവുകയും ചെയ്താൽ അവിടെ പ്ലേഗ് പരക്കാതിരിക്കുകയില്ല. വൽ ഔജാൾ, വേദന രോഗങ്ങൾ അവരിൽ പടർന്നു പന്തലിക്കാതിരിക്കുകയില്ല. അല്ലത്തീ ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൂ. മുൻകാലങ്ങളിലൊന്നും പരിചയമില്ലാത്ത പുതിയ പുതിയ രോഗങ്ങളും വേദനകളും തിന്മകൾ വ്യാപകമാകുന്ന ഒരു സമൂഹത്തിൽ പടരാതിരിക്കില്ല. അപ്പൊ ദുനിയവിയായ ആജിലത്തായ പ്രത്യാഘാതങ്ങളുമുണ്ട്, ഉഖ്റവിയായ ആജിലത്തായ പ്രത്യാഘാതങ്ങളും എല്ലാ തിന്മകൾക്കുമുണ്ട്. തിന്മകളുടെ പ്രത്യാഘാതങ്ങളെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി തിരിച്ചറിയുക. അങ്ങനെ തിന്മകളെ പൂർണ്ണമായി ഒഴിവാക്കുകയും അതിന്റെ ഗുണഫലങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണമടഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട മുവഹിദുകളായ രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ.
اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من هوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في